ഗൈസ്, പാൻഡ്രമാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 10 രൂപ മുതൽ 60 രൂപ വരെയുള്ള ചെടികളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിഷു സ്പെഷ്യൽ സെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സും അതിൻ്റെ സൈസും അതിൻ്റെ പ്രൈസൊക്കെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങളൊന്നും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് ഹോമിലോമിന പ്ലാന്റ് ആയിരുന്നു. ആ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് പാർലർ പാമാണ്. 2 സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഒരെണ്ണം അത്യാവശ്യം വലുപ്പമുള്ള സൈസ്. ഈ ഒരു സൈസിൽ ഒരു 3 തൈകളുണ്ടാവും. അതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പുറത്തെ കാണുന്ന സൈസിൽ ഒരു 4-5 തൈ ഉണ്ട്. അപ്പോൾ അതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം ഏത് പ്രൈസിലുള്ള പ്ലാന്റാണ് വേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് അയക്കണം. സെമി ഷെയ്ഡിൽ ഇൻഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയൊരു നല്ലൊരു പ്ലാന്റാണിത്. അടുത്തത് തുമ്പോർജ ഗ്രാൻഡിഫ്ലോറ എന്ന് പറയുന്ന പ്ലാന്റാണ്. ബംഗാൾ ക്ലോക്ക് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വള്ളിയൊക്കെ പാകി അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റിന് 40 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഒരു ക്രീപ്പർ പ്ലാന്റാണ്. എല്ലാവരും കളക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം തൈകൾ അവൈലബിൾ ആണ്. ആവശ്യക്കാർ മെസ്സേജ് ചെയ്യുക. അടുത്തതൊരു വെരിഗേറ്റഡ് ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ ഇതേപോലെ ഒരു ചാനലിൽ നിന്ന് വാങ്ങിയതാണ്. പ്ലാന്റ്സ് വാങ്ങിയപ്പോൾ ഒരു വെരിഗേഷൻ വരുന്നുണ്ട് ലീഫിൽ. 10 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് കോസ്റ്റസ് ആണ്. വെരിഗേറ്റഡ് കോസ്റ്റസ്, സ്പൈറൽ കോസ്റ്റസ് എന്നൊക്കെ പറയില്ലേ, ആ പ്ലാന്റാണ്. അതിൻ്റെ 2 ഷൂട്ടൊക്കെ വന്ന തൈകൾ. ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൂടെ 2 എണ്ണമാണ് വന്നേക്കണം. അങ്ങനെയുള്ളൊരു തൈക്ക് 15 രൂപയാണ് റേറ്റ് വന്നത്. 30-35 രൂപ റേറ്റ് വന്ന പ്ലാന്റാണ്. നമ്മൾ ചെറിയ ചെറിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. 15 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് ബ്ലാക്ക് മാജിക് കൊളക്കേഷ്യയുടെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സാണ് ഈ പ്രാവശ്യം സെയിലുള്ള. കാരണം ചെറിയ പ്ലാന്റ്സൊക്കെ നമ്മൾ 10 രൂപയുടെ സെയിൽ വീഡിയോയിൽ സെല്ല് ചെയ്തായിരുന്നു. ഇനിയുള്ളത് വലുപ്പമുള്ള പ്ലാന്റ്സാണ്. 35 മുതൽ 50 രൂപ റേറ്റിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഏത് റേഞ്ചാണ് നിങ്ങൾ നോക്കുന്നതെന്ന് ചോദിച്ചാൽ ഫോട്ടോ ഞാൻ അയച്ചു തരാം. അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്തത് മെക്സിക്കൻ സ്വാഡാണ്. മെക്സിക്കൻ സ്വാഡിൻ്റെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. 30 രൂപക്കാണ് സെല്ല് ചെയ്യുന്നത്. പിന്നെ എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് കാണിക്കുമെന്ന് ചോദിക്കരുത്. നമ്മൾ പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഓർഡർ എടുക്കുമ്പോഴും അത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എപ്പോഴും ഒരാൾക്ക് കാണിച്ചു കൊടുത്ത ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാൻ പറ്റും. അല്ലാതെ അത് ഫോട്ടോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അടുത്തത് വെരിഗേറ്റഡ് മെക്സിക്കൻ സ്വാഡാണ്. 40 മുതൽ 50 രൂപ, അതായത് 40-50 തൈകൾ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. പിന്നെ ഈ പ്ലാന്റ്സ് നമ്മൾ കാണിക്കുന്ന സൈസൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇതിനും ചെറിയ സൈസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം ഏറ്റവും ചെറിയ സൈസായിരിക്കും നിങ്ങൾ ആ വീഡിയോയിൽ കാണിക്കുന്നത്. എന്നിട്ട് വലുതായിരിക്കും അയക്കുന്നത്. അതിപ്പോൾ നമ്മുടെ നിന്ന് വാങ്ങുന്നവർക്ക് അറിയാം. കാരണം നമ്മൾ ചെറുത് വീഡിയോയിൽ കാണിച്ചിട്ട് വലുത് അയച്ചാൽ ആരും കുറ്റം പറയില്ല. വലിയ പ്ലാന്റ്സ് കാണിച്ചിട്ട് ചെറുത് അയക്കുമ്പോഴത്തേക്കും നമുക്ക് ബാഡ് റിവ്യൂസൊക്കെ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ എല്ലാം ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ കയ്യിലുള്ളതെല്ലാം കാണിക്കും അങ്ങനെ. അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മളൊരു സീഡ്സ് കാണിച്ചായിരുന്നു. മിഡ് ഡേ ഫ്ലവറിൻ്റെ റെഡ്. അതിന് 40 രൂപയായിരുന്നു. അതിനുശേഷം ബാസ്ക്കറ്റ് പ്ലാന്റ് കാണിച്ചായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് വാണ്ടറിങ് ജൂ വെറൈറ്റി ആണ്. ഒരു സ്പൈഡർ വെബ് പോലെ നമുക്ക് തോന്നുന്ന ഒരു വാണ്ടറിങ് ജൂ വെറൈറ്റി. അത് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാനിപ്പോൾ ഓഫർ വീഡിയോ ആയിട്ട് 60 രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് 120 റുപ്പീസ് 180 റുപ്പീസൊക്കെ റേറ്റ് വരുന്നുണ്ട് അതിന്. ഒരു ജിഫി സൈസിലെ ഒരെണ്ണത്തിന് ഞാനത് വാങ്ങിയപ്പോൾ ആ റേറ്റ് ആയിരുന്നു. ഇപ്പോൾ 5-6 തൈകളൊക്കെ ആയപ്പോൾ ഞാൻ 80 റുപ്പീസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഓഫർ വീഡിയോയിൽ 60 രൂപക്ക് തന്നതാണ്. ഇത് ഫോൾസ് ബ്ലൂ സേജ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 40 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി കുറച്ച് കൊറിയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സ്പീഡ് പോസ്റ്റും DTDC അവൈലബിൾ ആണ്. സ്പീഡ് പോസ്റ്റിനേക്കാളും എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് DTDC ആണ്. കുറച്ചും കൂടെ ബോക്സൊക്കെ നല്ല നീറ്റായിട്ടൊക്കെ നമുക്ക് DTDCയിൽ എത്താറുണ്ട്. സ്പീഡ് പോസ്റ്റ് കെയർലെസ് ആയിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഫോട്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ചില ഏരിയയിൽ DTDCയുടെ സർവീസ് മോശമാണ്. അങ്ങനെയുള്ളവരാണ് സ്പീഡ് പോസ്റ്റ് ചൂസ് ചെയ്യുന്നത്. സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാലും DTDC എന്ന് പറഞ്ഞാലും കേരളത്തിനകത്ത് 2 ദിവസത്തിനകത്ത് എത്തും.
ആ 2 ദിവസത്തിനകത്ത് എത്തിയില്ലെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്തുള്ള DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്ക് ഞാൻ പ്ലാൻസ് അയച്ചാൽ ആ വൈകിട്ട് തന്നെ നമ്മളതിൻ്റെ ട്രാക്കിംഗ് നമ്പർ അയക്കാറുണ്ട്. അപ്പോൾ ട്രാക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എത്തിയില്ലെങ്കിൽ എന്നെയും കൂടി ഒന്ന് ഇൻഫോം ചെയ്യുക. നമ്പർ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ ഞാൻ നമ്പർ സംഘടിപ്പിച്ച് തരാറുണ്ട്. പ്ലാൻസ് ആണ് കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളും കൂടെ ഒന്ന് ഫോളോ അപ്പ് ഒക്കെ ചെയ്യണം ഹെൽത്തി ആയിട്ട് എത്താൻ വേണ്ടിയിട്ട്. എത്രയൊക്കെ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്താലും ഒരു പരിധി കഴിഞ്ഞാൽ പ്ലാൻസ് മോശവും. നമ്മളിപ്പോൾ ഔട്ട്സൈഡ് കേരള എന്ന് പറയുമ്പോൾ അതനുസരിച്ചായിരിക്കും അയക്കണത്. ഇൻസൈഡ് കേരള എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിൽ എത്തണതായിരിക്കും. ഓവറായിട്ട് വെള്ളമായാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ പാക്കിങ് നമ്മൾ ചെയ്താണ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻസ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിൻ്റെ ഇടയിൽ മിസ്സായി പോയി. കോറൽ വൈൻ നമ്മൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള വള്ളി ഭാഗ്യ അതിൻ്റെ പിങ്ക് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ കാണുന്ന പ്ലാന്റ് പീലിയോണിയ റെപ്പൻസിൻ്റെ ഡാർക്ക് ഫോമാണ്. ഇത് വാട്ടർമെലൺ ബെഗോണിയയുടെ ഡാർക്ക് ഫോം എന്നും അറിയപ്പെടാറുണ്ട്. 15 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ജിഫി സൈസിനൊക്കെ നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. 119 രൂപ മുതൽ റേറ്റ് വരുന്ന പ്ലാന്റാണ് നമ്മൾ 15 രൂപക്ക് കൊടുക്കുന്നത്. അടുത്തത് ലാവൻഡർ സ്കാൽപ്സ് ആണ്. ഇത് നമ്മൾ ഇതിനു മുമ്പും സെയിൽ ചെയ്തിട്ടുണ്ട്. 30 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത്. ഇതിന് ഒരു പിങ്ക് കളറ് ഷെയ്ഡ് കയറി വരും. എൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ ഇതൊരു സക്കുലൻ പ്ലാന്റ് ആണ് കേട്ടോ. അധികം വെള്ളമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. അടുത്തത് വൈറ്റ് വാടാമല്ലിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 30 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ വിത്തിട്ട് കിളിർപ്പിച്ച പ്ലാന്റാണ്. എല്ലാത്തിലും പൂവില്ല കേട്ടോ. ഇതിലും വലുപ്പമുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. അടുത്തത് കിലിക്കി പ്ലാന്റിൻ്റെ സീഡ്സ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. 40 രൂപക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. ഗാർഡനിലേക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കാൻ ഉത്തമമാണ് ഈ ചെടി. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് ആസ്പെറാഗസ് ഫേണാണ്. ഇത് ഈ സൈസ് കുറച്ച് വലുപ്പമുള്ളതാണ് കേട്ടോ. ഈ ഒരു സൈസിലല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഫ്ലവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത് വെച്ചത്. ഞാൻ ചെറിയത് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ്. ഇത് കുറച്ച് വലുപ്പമുണ്ട്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാനിപ്പോൾ കൈ കൊണ്ട് കാണിച്ചിട്ടില്ലേ, അത്യാവശ്യം ഈ ഒരു ബുഷ് തിക്നെസ്സിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്തത് സ്റ്റാർലൈറ്റ് ഫൈക്കസ് ആണ്. സ്റ്റാർലൈറ്റ് ഫൈക്കസിൻ്റെ ഈ 2 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ കുത്തിപ്പിടിപ്പിച്ച പ്ലാന്റാണ്. ഇത് ഷെയ്ഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് വെരിഗേഷൻസ് വരാത്തത്. അത്യാവശ്യം ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുന്ന പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വെരിഗേഷൻസ് വരും. അതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമ്മൾ കുറച്ച് ഫ്രീ പ്ലാൻസ് കാണിക്കുന്നുണ്ട്. ഇത് എല്ലാ പർച്ചേസിനും, ഈ പർച്ചേസ് നടത്തുന്ന എല്ലാവർക്കും ഈ ഫ്രീ പ്ലാൻസ് നമ്മൾ വെക്കുന്നതാണ് കേട്ടോ. ആദ്യത്തേത് ക്രോട്ടൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ വെറൈറ്റിയുടെ 2 കട്ടിങ് ആയിരിക്കും നമ്മൾ വെക്കണത്. അടുത്തത് ഓൾട്രാന്ത്രയുടെ ഈ ഒരു വെറൈറ്റി, ഇതും നമ്മൾ കട്ടിങ്സ് വെക്കും. ഇതിൻ്റെ റൂട്ടഡ് ആയിരിക്കും ആദ്യം വെക്കണം. അത് കഴിഞ്ഞിട്ട് കട്ടിങ് വെക്കും കേട്ടോ. എന്തോരം ഓർഡേഴ്സ് ഉണ്ടെന്ന് അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അടുത്തത് കോപ്പർ പ്ലാന്റ് ആണ്. കോപ്പർ പ്ലാന്റിൻ്റെ ഇതും ഷെയ്ഡിൽ നിൽക്കണോണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യം മെസ്സേജ് ചെയ്യണവർക്ക് നമ്മൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റും പിന്നീട് കട്ടിങ്ങും ആയിരിക്കും വെക്കണത്. ഈ ഒരു ഷെയ്ഡിലൊക്കെ വരും കേട്ടോ. ഞാൻ ആ പിക്ക് സൈഡിൽ കാണിച്ച പോലെ. അടുത്തത് നമ്മുടെ ബേൾ മാക്സിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ബേൾ മാക്സിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കട്ടിങ്സ് ആണ് വെക്കുന്നത്. റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ വെക്കണത് ഫ്രീ പ്ലാന്റ് ആയിട്ട്. അടുത്തത് നമ്മുടെ വാടാർമല്ലിയുടെ വയലറ്റ് കളർ വാടാർമല്ലിയുടെ സീഡ്സ് ആയിരിക്കും ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത്. നമ്മുടെ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിയ പ്ലാൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കുറച്ച് കോംബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 കോംബോ 199 റുപ്പീസിൻ്റെ. അത് കോംബോ ഇട്ടപ്പോൾ 2-3 ഓർഡർ ഉണ്ടായിരുന്നു. ഇനി 1-2 വെച്ചിട്ട്, ചിലതിൻ്റെ 1-2 പീസ് വെച്ചിട്ട് നമുക്ക് കോംബോ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.